അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ പുതിയ ബസ് കൊടുന്നേക്കാണ്. ഈ ബസ്സിൽ നമുക്ക് യാത്രക്കാരൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് ഇതാ കണ്ടക്ടർ ഉണ്ട്. ഡോറ് തുറന്നു നോക്കാം. ഇതാ കണ്ടക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാ അവിടെ കണ്ടക്ടർ. ഇതാ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഡോറ് അടക്കാം, ഇല്ലെങ്കിൽ അവരൊക്കെ പുറത്ത് പോയാലോ. അപ്പം നമുക്ക് പതുക്കെ വണ്ടി എടുക്കാം. ഇത് പുതിയ ബസ്സാണ്. എവിടെയും തട്ടലും മുട്ടലും ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. വൈപ്പറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈപ്പറൊക്കെ സീന്. തട്ടലും മുട്ടലൊക്കെ ഉണ്ടാക്കിയ ഈ വണ്ടി പിന്നെ ജന്മത്തിൽ ഓടിക്കാൻ തരില്ല എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞേക്കുന്നത്. ഇതെൻ്റെ വണ്ടിയല്ല, ഇതോ ഞാൻ ഇത് വെറുതെ ഒരു ഇതിന് പോയി ഇതാക്കിയിട്ട് വേണമെങ്കിൽ എടുത്താണ്. വെറുതെ ഒരു ട്രിപ്പ് പോലെ പോകാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. എവിടെയും തട്ടിക്കാണ്ട് കൊണ്ടുപോകണം, അതാണ് കേട്ടോ. ഫാനൊക്കെ ഡക്കിടുന്ന് കറങ്ങാണ്. ഉയ്യോ, ഇപ്പൊ പോയായിരുന്നു. നമുക്ക് പറപ്പിച്ചു വിടാം. നമ്മളെ വണ്ടിക്കൊക്കെ വിഷയം സ്പീഡാണ്. ഫോർച്യൂണറൊക്കെ എന്ത് നമ്മളെ വണ്ടി മുന്നിൽ. അയ്യോ, ആരും വന്നിടിക്കരുത്. അത് മാത്രമുള്ള എൻ്റെ ഒരു ഭാഗ്യം. ലൈഫൊന്നും കുറഞ്ഞിട്ടില്ല. ലൈഫ് കുറയാണ്ട് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. ലൈഫ് എങ്ങാനും കുറഞ്ഞ പിന്നെ എനിക്ക് പിന്നെ തീരെ ബസ് വരില്ല. നമ്മളാണെങ്കിൽ പിന്നെ പ്രോ ഡ്രൈവർ അല്ലേ, അവിടെ എവിടെയെങ്കിലും ഇടിച്ചിട്ട് ആയിരിക്കും. പിന്നെ വണ്ടിയുടെ ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുക്കുന്നുണ്ടാവില്ല, അതിരിക്കും. ഒരു മിനിറ്റ്. ഈ ഫാന് വണ്ടി നിർത്തിയ അപ്പോൾ വണ്ടി എത്ര സ്പീഡിൽ പോകുന്നു അത്ര സ്പീഡിൽ കറങ്ങണം. നോക്കിക്കോട്ടെ, ഫാൻ നമുക്ക് കണ്ട, ഫാൻ ഓഫായി. വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തിയപ്പോൾ എന്താ ടെക്നോളജി തന്നെ. ഞാൻ എന്തിനിപ്പോൾ ഈ വഴി എടുത്തു? ഈ വഴി പോയിട്ട് എത്തില്ല, അവിടെ എവിടെയെങ്കിലും കിടിക്കാനാ. വിട്ട് ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണ്ട. ഞാൻ എന്ത് കാര്യത്തിനായി വഴിയെടുത്ത് കണ്ട പോസ്റ്റൊക്കെ വഴി പറഞ്ഞിട്ട് നമ്മൾ എടുത്താണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സ്പീഡിൽ പോകണം. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുറച്ച് മാറി നിൽക്കേണ്ടതാണ്. നമുക്ക് പറപ്പിച്ച് പോവാം. ഈ ബസ്സൊക്കെ ഇഷ്ടപ്പെട്ട്, നല്ല സ്പീഡുണ്ട്. വണ്ടി ഇതൊക്കെ ഇതിലുള്ള വണ്ടിയാണ്. അപ്പം നമുക്ക് പറപ്പിച്ച് പോവാം. ഒറ്റത്തിരിക്കൽ. കാരണം നമ്മൾ പ്രോ ആണ്, പ്രോ ഡ്രൈവർ. ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവുണ്ട്. വർക്കായില്ലെങ്കിൽ പണിയെ പാടുവേ. എങ്ങാനും ആള് വർക്കാവാണ്ട് നമുക്ക് തന്നിട്ട് നമ്മളെ ഇത് കൂറ്റിടും, എൻ്റെ കാശും പോവും. ഇതിനെക്കാട്ടി നല്ല സ്റ്റെക്ക് ഉണ്ട്. ഇനിയൊന്നും ബ്രേക്ക് പിടിച്ച് സ്റ്റെക്ക് പോട്ടെ, കുഴപ്പമില്ല. വീണ്ടും സ്റ്റെക്ക്. ഈ സ്റ്റെക്കിൽ വണ്ടി എടുക്കുമ്പോൾ എന്തോ മാതിരി പോലെ. പക്ഷേ ഇപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. പതുക്കെ പോവാൻ നമുക്ക്. എന്തുകൊണ്ടാണ് ഈ സ്റ്റെക്കിൽ വണ്ടി എടുക്കുമ്പോൾ ഒന്നും ക്ലിയറായിട്ട്
ആണ് ഓടിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടും. സ്റ്റെക്കിൽ കണ്ടുപിടിച്ച് അങ്ങനെയാണ്. ഇപ്പം തട്ടിയിരുന്നു. ഓ ഫാനും ലൈറ്റാ. ഇടിക്കല്ലേ ചേട്ടാ, ഇടിക്കല്ലേ. ലൈറ്റ് കോണൊക്കെയുണ്ട്. വണ്ടിയൊന്നും നീങ്ങത്. അതാരാ? ഇതെന്താ ഹൽക്കിന്റെ പവർ വെച്ചിട്ടുള്ള വണ്ടിയാ? ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് തിരിക്കണില്ല. ഈ വണ്ടിയാണെങ്കിൽ ഈ സൈഡിക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു നീല കാറ്. ഹൽക്കിന്റെ പവറാണ് വണ്ടിക്ക്. വൈപ്പർ ഡാൻസ് കളിക്കേ. അങ്ങനത്തെ വൈപ്പറല്ലോ വെച്ചേക്കുന്നു. ഡാൻസ് കളിക്കുന്ന വൈപ്പർ. ഒരു മിനിറ്റ്, ഇവിടുത്തെ ആൾക്കാരൊക്കെ സേഫാണോ നോക്കട്ടെ. ഇറങ്ങി നോക്കണ്ട. ഇറങ്ങി നോക്കിയാൽ വല്ല മഴയും കൊണ്ട്. ഓ നൈസ് ബസ്. ഇങ്ങനത്തെ ബസ് വേണം. പുള്ളി ബസ് നമ്മൾ ഓടിക്കണണ്ട. അപ്പുറത്ത് വേറെ കണ്ടക്ടർ, പിന്നിൽ വേറെ കണ്ടക്ടർ, പിന്നെ ആൾക്കാർ നിറയ്ക്കും ആൾക്കാരാണ്. ബസ്സിന് ടയറും വെന്റിലേറ്റൊക്കെ ഒന്ന് വർക്കാവുന്ന നോക്കാം. ബസ്സിൻ്റെ ആദ്യം തന്നെ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, സീറ്റുമില്ല. ബസ് ലൈറ്റ് ഓക്കെ, എല്ലാം ഓക്കെ. വണ്ടി പോവാ, പതുക്കെ പോവാ. ഈ വ്യൂ വണ്ടിയുടെ വലിപ്പം കണ്ട. വലിപ്പം വലിയ വണ്ടിയാണ്. നമുക്ക് ഇവിടെ നൈസായിട്ട് കയറ്റാം. ഇവിടെ ചെറുതായിട്ടൊന്ന് ചായ കുടിച്ചിട്ട് വരാം. ചായ ഇവിടെ. ആ ചായയും വടക്കെ പോണ വഴിക്ക് എവിടുന്നെങ്കിലും വാങ്ങിക്കുക. ഇവിടുന്ന് വാങ്ങിച്ചാൽ എൻ്റെ സമയം പോവും. കണ്ട പ്രോവാണ് ഞാൻ. ഇപ്പം എടുക്കൽ കണ്ടല്ലേ. ഇങ്ങനെയൊക്കെ തിരിച്ചിട്ടെടുത്തു. ഈ സ്റ്റിയറിങ് എന്താ 2 ഇതുള്ളത്? ഈ ബസ്സൊക്കെ റെഡിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഓടിക്കുക? അയ്യോ, അത് അടിവരിഞ്ഞ അടിവരിഞ്ഞ്. ഈ ഫാനിൻ്റെ കാറ്റില്ലാത്ത ഫാൻ കൊണ്ടു. എനിക്ക് ഈ കാട്ടിൽ കൂടെ പോയാലോ? വേണ്ട, കാട്ടിൽ കൂടെ പോയാൽ ചിലപ്പോൾ കാടലടി വരുന്നു. ഓ പോലീസ്കാക്ക എങ്ങണ്ടാവും? അയ്യോ, ബ്രേക്ക് പിടിക്കും. പറഞ്ഞിട്ടൊക്കെ പിടിക്കണ്ടേ. എന്താണ് ഈ ബസ് ഇങ്ങനെ ആട്ടം കിടന്നിട്ട്? ബസ്സിനെന്താ എയർ സസ്പെൻഷനും നോക്കി കിടന്നാട്ടണ്. നോക്കിക്കോ, കണ്ട കിടന്നാട്ടന്ന്. മിഠായി. ഇപ്പം എല്ലാവർക്കും സമാധാനമായില്ലേ? പോവല്ലേ? 18 ലൈഫായി. എനിക്ക് ഇനി ഈ ബസ്സിൽ ജന്മാനം കിട്ടില്ല. ഓണർ എന്നെ തല്ലി കൊല്ലും. നമുക്കൊരു കാര്യം ചെയ്താലോ? ബസ് വിട്ടിട്ട് ഓടിയാലോ? അങ്ങനെയെങ്കിലും ചെയ്യാം. അങ്ങനെയെങ്കിലും രക്ഷപ്പെടും. കാണിച്ചതാടാ. ഇതിനാണില്ല കേട്ടാ. ഇത് പോസ്റ്റ് തന്നെ മുളച്ചു വന്നാണ്. ഞാനല്ല, ഇതിന് ഉത്തരവാദി ഞാനില്ല. നൈസ്. അപ്പം എല്ലാവരും സുഖല്ലേ? അപ്പം അവസാനമായിട്ട് എല്ലാവർക്കും പോവാം. ഓടിക്കോ. എന്നാലും ഇങ്ങനെ നമ്മളെ ആൾക്കാരെ വിട്ടിട്ട് പോവാൻ എങ്ങനെ തോന്നും? ഈ വാതിലല്ലേ, സോറി, വാതിൽ കയറി പോവാം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പം തന്നെ ഊട്ടിയല്ല, മൈസൂരിലെത്തിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും